മോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി ദില്ലിയിൽ സമരം നടത്തി സംയുക്ത ട്രേഡ് യൂണിയനുകൾ. CITU, AITUC ഉൾപ്പെടെ 10ഓളം ട്രേഡ് യൂണിയനുകൾ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CPIM രാജ്യസഭാംഗം വി ശിവദാസൻ MPയും പ്രതിഷേധത്തിന്റെ ഭാഗമായി. SFIയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജന്തർ മന്ദിറിലെത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ചയും ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ജന്തർ മന്ദിറിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായിട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായിട്ട് തന്നെ ജയിൽ നിറയ്ക്കൽ സമരം, അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ ട്രേഡ് യൂണിയനുകളുടെ സമരം നടക്കുന്നത്. ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, SFI ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. എന്തായാലും ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPIM രാജ്യസഭാ അംഗമായിട്ടുള്ള വി ശിവദാസൻ MP കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയൊരു സമരം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന് തന്നെ പറയാം. സംയുക്ത കിസാൻ മോർച്ചയും അതോടൊപ്പം തന്നെ സംയുക്തമായ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു സമരത്തിലേക്ക് നീങ്ങുന്നു. രാജ്യത്തെ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എല്ലാവരും ചേർന്നുള്ള ഒരു സംയുക്ത സമരം രൂപപ്പെടുകയാണ്. അതിശക്തമായിട്ടുള്ള സമരം. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും ഇതിന്റെ മുദ്രാവാക്യങ്ങൾ അലയടിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ബഹുജനങ്ങൾ സമരത്തിന്റെ ഭാഗമായി വിവിധ ഗ്രാമങ്ങളിൽ പങ്കെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജന്തർ മന്ദിറിൽ ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ മുദ്രാവാക്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് തൊഴിലാളി ദ്രോഹത്തിന്റെ പര്യായമായിട്ടുള്ള ലേബർ കോഡ് അത് പിൻവലിക്കണമെന്നുള്ളതാണ്. ലേബർ കോഡ് പ്രകാരം തൊഴിലാളികൾക്ക് വസ്തുവകകളുടെ വില എത്രമേൽ വർദ്ധിച്ചാലും അവരുടെ വേതന വർധനവിന് വേണ്ടി ആവശ്യമുന്നയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം രൂപപ്പെടാൻ പോകുന്നു. തൊഴിലാളി യൂണിയനുകൾ രൂപീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ കർഷകർ അവരുടെ സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വളത്തിന്റെ സബ്സിഡി കുറച്ചു, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിലയിൽ വലിയ കുറവ് വരുന്നു. എന്നാൽ ഇതേ സമയത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കോർപ്പറേറ്റ് കമ്പനികൾ കൊടിയ ലാഭം ഉണ്ടാക്കുന്നു. അവർക്കെല്ലാ സൗകര്യവും, അവർക്ക് റെയിൽ പാളം ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് റെയിൽവേ സ്റ്റേഷൻ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള വലിയ ഗോഡൌണുകൾ ഒരുക്കി കൊടുക്കുന്നു. നമ്മുടെ FCIയെ ദുർബലപ്പെടുത്തുന്നു. അങ്ങനെ കർഷകരെ കൊള്ളയടിക്കാൻ വലിയ കോർപ്പറേറ്റുകൾ സഹായം ചെയ്തു. മൂന്നാമത് കർഷക തൊഴിലാളികളാണ്. ആ കർഷക തൊഴിലാളികളുടെ സുപ്രധാനമായിട്ടുള്ള പദ്ധതിയാണ് MGNRG. അത് തകർത്തു. എന്നിട്ട് ഒരു ഗ്രാംജി, ഒരു പദ്ധതി, ഗ്രാം തൊഴിലാളികളെ കൊള്ളയടിക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. പദ്ധതികൾ കൂട്ടിച്ചേർക്കപ്പെട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല. കർഷക തൊഴിലാളികൾ പെൻഷനില്ല. രാജ്യത്ത് പൊതുചിത്രം അതാണ്. കേരളത്തിൽ കർഷക തൊഴിലാളിക്ക് പെൻഷൻ നായനാര് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് അത് തുടരുന്നുണ്ട്. രാജ്യത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷനില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കർഷകരും തൊഴിലാളികളുമാവുന്ന വലിയ ജനവിഭാഗം രാജ്യത്തെല്ലായിടത്തും ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും വലിയ സമരം, ഏറ്റവും പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള BBG റാംജി നിയമം പിൻവലിക്കുക, മിനിമം താങ്ങുവില ഉറപ്പാക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, അത്തരം നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ടുള്ള സമരവുമായി കർഷക തൊഴിലാളികളും സംയുക്ത കിസാൻ മോർച്ചയും ട്രേഡ് യൂണിയനുകളെല്ലാം വലിയൊരു മുന്നറിയിപ്പ് എന്നോണം ഇന്നത്തെ ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നത്.